ഹായ് വെൽക്കം ബാക്ക് ടു വീക്ക്ലി അനാലിസിസ്. ദിസ് ഈസ് യുവർ ദിൻരാഗ്. നമ്മൾ ഇന്ന് രണ്ട് പേരുടെ അനാലിസിസാണ് നോക്കാൻ പോകുന്നത്, യൂറോ യു എസ് ടിയും എക്സ് യു എസ് ടി, അതായത് ഗോൾഡും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂറോ യു എസ് ടി എങ്ങനെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയാസ്, ഏതൊരു പോകുന്നുള്ള ഏരിയാസൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അത് നമ്മൾ യൂറോ യു എസ് ടിൻ്റെ ചാർട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മളായിട്ട് മന്ത്ലി നോക്കാം. നമ്മളെപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു മന്ത്ലി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീക്ക്ലി അനാലിസിസ് അല്ലെങ്കിൽ ഒരു ചാർട്ട് വാച്ച് ചെയ്യുന്നത് മന്ത്ലി, വീക്ക്ലി, ഡെയിലി എന്ന രീതിക്കാണ്. ഫസ്റ്റ് മന്ത്ലി നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് എന്താണ്, മേജറായിട്ടുള്ള ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ ബോഡി ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു മന്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇനി മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. സോ നമുക്കൊരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മന്ത്ലിന് ഇപ്പോൾ ലേറ്റസ്റ്റ്, അതായത് കഴിഞ്ഞ മാസത്തെ ഒരു ഹൈ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം ടാർഗറ്റ് മാതിരി പ്ലാൻ ചെയ്യാം. ദെൻ നമ്മൾ വീക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. വീക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ലിക്വിഡിറ്റി, വീക്കിലിലെ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. ദെൻ അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഈ ഒരു FEG ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സലായിരിക്കുന്നത്. അങ്ങനെ റിവേഴ്സലാകുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. FEG ഫില്ല് എന്ന കൂട്ടത്തിൽ മാർക്കറ്റ് നല്ലൊരു അടിപൊളി ഡിമാൻഡ് സോൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡിമാൻഡ് സോൺ ഫോം ചെയ്തു. അതിലെന്താണ്, മാർക്കറ്റ് ബോഡി ബ്രേക്കും ചെയ്തു. ഓക്കെ, ഒരു പച്ചക്കാൻഡിൽ ഉപയോഗിച്ചിട്ട് ബോഡി ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡി ബ്രേക്ക് ചെയ്ത ഡിമാൻഡ് ക്യാൻഡിലെ, അതായത് ഈ ഒരു ഡിമാൻഡ് ക്യാൻഡിലോട്ട് വേറൊരു ഡിമാൻഡ് ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എനിക്കൊരു ബൈ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് യൂറോസിൻ്റെ കേസിൽ. കാരണം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു, അല്ല ബയേഴ്സ് ആക്റ്റീവായി നിൽക്കുന്ന ഏരിയ ആയിരുന്നു വീക്കിലിൻ്റെ ഡിമാൻഡ് സോൺ. അവിടെ നല്ല രീതിയിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഡെയിലിയോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഡെയിലിയോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഡെയിലിയുടെ ഒരു ഡിമാൻഡ് സോണിലാണ്. അതായത് ഈ ഒരു ഏരിയ നമ്മൾ ചെറുതാക്കി വരയ്ക്കാം. ഈ ഒരു ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മിനിമം TP അടുത്ത ആഴ്ചയ്ക്ക് ഒരു ടാർഗറ്റ് നിന്ന് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഏരിയ വരെ നമുക്ക് മിനിമം ടാർഗറ്റ് വെച്ചിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം 212 പിപ്പ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു ഏരിയ വരെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി സോൺ ആയതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈയിനെ മാർക്കറ്റ് ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഒരു 4 അവറിലോ 3 അവറിലോ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ഒരു ഏരിയയിലൊന്നും എന്താണ്, ഒരു ഡിമാൻഡ് സോണൊന്നും ഫോം ആയിട്ടില്ല. സോ സ്റ്റിൽ നമുക്കവിടെ വരച്ച് വെക്കാം. 4 അവർ ഇല്ല, 3 അവർ ഇല്ല, 2 അവർ ഇല്ല, 1 അവർ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു ആഴ്ച നമുക്ക് വേണ്ട ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് തന്നിട്ടില്ല. മേ ബി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തൊരു ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ബോഡി ബ്രേക്ക് കിട്ടി, ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നല്ലൊരു ഡിമാൻഡ് സോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എൻട്രി കയറിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഡെയിലിയുടെ അല്ലെങ്കിൽ മന്ത്ലിയുടെ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ടാർഗറ്റ് പ്ലാൻ ചെയ്യാം. അതായത് ഒരു 222 പിപ്പ് വരെയൊക്കെ അടുത്ത ആഴ്ച മൂവ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരെ അടുത്ത് നോക്കുന്നത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ വ്യൂ നമുക്ക് നോക്കാം. ഗോൾഡ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ വീക്കിലി ചാർട്ടാണ് ആദ്യം നോക്കുന്നത്. വീക്കിലി ചാർട്ടിൽ മാർക്കറ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ് നല്ല റിയാക്ഷൻ തന്നിരിക്കുന്നത് ഒരു വീക്കിലിൻ്റെ ഡിമാൻഡ് സോണിലാണ്. ഓക്കെ, ഇതാണ് വീക്കിലി ഡിമാൻഡ് സോൺ. അവിടെ നിന്നാണ് മാർക്കറ്റ് സ്റ്റിൽ മൂവ് ആയിരിക്കുന്നത്. ഈ കാണുന്ന ഡിമാൻഡ് സോണിന് ഒരു ഡിമാൻഡ് സോണൊന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്ത് ഒരു പച്ച ക്യാൻഡിലിനെ കൊണ്ട് ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ വീണ്ടും ഒരു ഡിമാൻഡ് സോണൊന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇപ്പോഴും ഗോൾഡിലുള്ളത് ഒരു ബുള്ളിഷ് തന്നെയാണ്. കാരണം ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് മിനിമം ഈ ഒരു ടാർഗറ്റ് വരെ പോകുന്നു. അതായത് 34.98 എന്ന രീതിക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ഡെയിലിയിലെല്ലാം പോയിട്ട് നമുക്ക് പറ്റിയ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കാം. നിലവിൽ മാർക്കറ്റ് ഈ വീക്ക്ലി ഡിമാൻഡ് സോൺ നമ്മളൊന്നും കൂടി ചെറുതാക്കുക എന്നുണ്ടെങ്കിൽ ഈ ഡെയിലി ഡിമാൻഡ് സോൺ എന്നാണ് റിയാക്റ്റ് ആയിരിക്കുന്നത്. സോ ഈ കാണുന്ന മുകൾ ഭാഗത്തെ ഹൈ എല്ലാം ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ആയിട്ട് ഞാൻ ആക്ട് ചെയ്യും. നമുക്ക് അടുത്തൊരു ദിവസങ്ങളിൽ നമുക്ക് നോർമൽ, അതായത് 4 അവറിലോ 3 അവറിലോ ഒക്കെ നല്ലൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നല്ല എൻട്രി സെറ്റപ്പ് ഗോളിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയറും ചെയ്തതാണ്. സോ ഈ ഒരു ഹൈ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് രീതിക്ക് ഒരു ബൈ മൂവ്മെൻറ്റ് എടുക്കാം. പക്ഷേ നിലവിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ 4 അവറിൽ നല്ലൊരു സോണില്ല, 2 അവറിലും സോണായിട്ടൊന്നുമില്ല. ഈ കാണുന്ന ഒരു 1 അവറിൻ്റെ സോണും കൂടി മാർക്കറ്റ് മേ ബി മിറ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒന്നും കൂടി റീമിറ്റിഗേഷൻ സംഭവിച്ചിട്ട് മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോഴും ഗോൾഡിൻ്റെ കേസിലും എനിക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്കാണെങ്കിൽ, അതായത് വെള്ളിയാഴ്ച, ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് 2-3 എൻട്രികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല എൻട്രികൾ തന്നെയായിരുന്നു. സോ ഇനിയിപ്പോൾ നമുക്കൊരു നല്ലൊരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിനിമം ഏതെങ്കിലും ഒരു ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡയറക്റ്റ് എൻട്രി കയറാം. അപ്പോൾ യൂറോ യുസ്റ്റിലും ഗോൾഡിലും എനിക്ക്
ഇപ്പോഴും ഒരു ബുള്ളിഷ് മൊമെൻ്റ് തന്നെയാണ്. പക്ഷേ അതിന് പറ്റിയൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഈ ആഴ്ച കിട്ടിയിട്ടില്ല. മേ ബി തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് എൻട്രീസ് കയറാം. പിന്നെ നമ്മൾ ഈ എൻട്രികളെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഒരു 1% റിസ്കിൻ്റെ കൂടുതൽ ആരും ഫോളോ ചെയ്യാതിരിക്കുക. ദെൻ എല്ലാവരും അവരുടെ റിസ്ക് തന്നെയാണ് എൻട്രി എടുക്കാൻ. നിങ്ങളുടെ അനാലിസിസും നമ്മുടെ കൂടി ചേർത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, നല്ലൊരു പെർഫെക്റ്റ് എൻട്രികൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 കേസിലും എനിക്ക് തന്നെ പറയാനുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.